ഓണ സെലിബ്രേഷൻ വരാൻ പോവാണ്. അഫോർഡബിൾ മേക്കപ്പ് പ്രോഡക്ട്സ് വെച്ചിട്ട് എങ്ങനെ ഈ ഒരു കിടലൻ ലുക്ക് ഉണ്ടാക്കി നോക്കിയാലോ? ആര് റെഡി? നമുക്ക് തുടങ്ങിയാലോ? സോ ബിഫോർ മേക്കപ്പ് നമ്മൾ എപ്പോഴും സ്കിൻ കെയർ ചെയ്തിരിക്കണം. അപ്പൊ ഞാൻ പ്രോപ്പർ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് റെഡി ആയിട്ടിരിക്കുകയാണ്. ലൈക്ക് മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഒരിക്കലും സ്കിപ്പാക്കാനേ പാടില്ല കേട്ടോ. അപ്പൊ അതൊക്കെ ചെയ്ത് ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് മേക്കപ്പിലേക്ക് തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് എൻ്റെ മേക്കപ്പ് പൗച്ച്. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ബേസിക് കാര്യം നമ്മൾ എപ്പോഴും ഇടുന്നത് പ്രൈമറാണ് കേട്ടോ. ഇവിടെ യൂസ് ചെയ്യുന്നത് മാർസിൻ്റെ പ്രൈമറാണ്. ഞാൻ ലിങ്ക് എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. സോ അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരെണ്ണമാണ് മാർസിൻ്റെ ഈ ഒരു പ്രൈമർ. അതേപോലെ നൈക്കയുടെ പ്രൈമറും ഒക്കെ അഫോർഡബിൾ റേറ്റിൽ കിട്ടും. അപ്പം നമ്മൾ എപ്പോഴും മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് പ്രൈമർ ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ എടുക്കുകയാണ് കേട്ടോ. കുറച്ച് സോറി, വണ്ടിയുടെ സൗണ്ട് ഉണ്ടാകും, ക്ഷമിക്കണം. ഇത്ര ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ആക്ച്വലി ആ ഒരു ഈവൻ ടോൺ കിട്ടാൻ, ഈവനായിട്ട് സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ പ്രൈമർ. നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാമേ. പ്രൈമർ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യാൻ പറ്റും നിങ്ങളുടെ സ്കിന്നിൽ. അപ്പം നല്ലതുപോലെ മെയിൻലി ഓപ്പൺ പോഴ്സ് ഉള്ളവരൊക്കെ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് പ്രൈമർ ഇടുന്നത് ഒരു നല്ലൊരു ഐഡിയ ആണ്. ഓക്കെ, സോ നമുക്ക് ആ ഒരു ഈവൻനെസ്, ഒരു കേക്കി, ചിലപ്പോൾ മേക്കപ്പ് ഒക്കെ കണ്ടിട്ടില്ല, ചിലർക്ക് കേക്കി ആയിട്ടിരിക്കും. അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ ഈ പ്രൈമർ നമ്മളെ ഒരു ലിമിറ്റൊക്കെ വരെ ഹെൽപ്പ് ചെയ്യും. സോ യു ഷുഡ് യൂസ് നല്ലൊരു പ്രൈമർ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യണം കേട്ടോ. സോറി ഗൈസ്, എൻ്റെ വീട് റോഡിനരികിലായതുകൊണ്ട് എപ്പോഴും വണ്ടിയുടെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. ഇതാ നമ്മൾ പ്രൈമറൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എപ്പോഴും പ്രൈമറാണ് നമുക്ക് ഫസ്റ്റ് ബേസ് ആയിട്ട് നമ്മൾ മേക്കപ്പിന് ഇടുന്നത്. നല്ലതുപോലെ അപ്ലൈ ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ മുഖത്തൂടി ഇങ്ങനെ ഓടിച്ചു നോക്കുമ്പോൾ തന്നെ ഒരു സ്മൂത്ത്നെസ്, നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അടുത്ത് നമുക്ക് എന്താ നോക്കിയാലോ? അടുത്തത് ഞാൻ കൺസീലർ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മെബലിൻ്റെ കൺസീലർ അഫോർഡബിൾ റേറ്റിൽ കിട്ടും. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കൺസീലർ മെയിൻലി യൂസ് ചെയ്യുന്നത് ഡാർക്ക്നെസ് ഉള്ള സ്പോട്സിലൊക്കെ. അതിപ്പം ചിലർക്ക് പിമ്പിൾസ് വരുമ്പോൾ ഡാർക്ക് സ്പോട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ കളർ കറക്റ്റർ വേണം യൂസ് ചെയ്യാൻ. ആക്ച്വലി കളർ കറക്റ്ററിനൊക്കെ റേറ്റ് നല്ലതാണ്. ഞാൻ അഫോർഡബിൾ മേക്കപ്പ് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണല്ലോ നമ്മുടെ ടോപ്പിക് തന്നെ, അതുകൊണ്ട് ഞാൻ അതൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. സോ നമ്മൾ കൺസീലർ മെയിൻലി നമുക്ക് എവിടെയൊക്കെയാണ് ഡാർക്ക്നെസ് തോന്നുന്നത് വെച്ചാൽ അവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നമുക്ക് കൂടുതലും ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉള്ളവർക്ക് അവിടെയൊക്കെ അപ്ലൈ ചെയ്യാമേ. കണ്ണിൻ്റെ ഇവിടെയൊക്കെ ഞാൻ ഇവിടെയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് തോന്നിടത്ത്, നമുക്ക് ഡാർക്ക്നെസ് ആയിട്ട് ഫീൽ ചെയ്യുന്നിടത്തില്ല ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ. നമുക്ക് വേണ്ടത് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ആണ് കേട്ടോ. അപ്പം അത് വെച്ചിട്ട് നല്ലതുപോലെ ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്. ഈ ബ്യൂട്ടി ബ്ലെൻഡറൊക്കെ നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനം കേട്ടോ. ചിലർ ബ്രഷസ് ഒക്കെ യൂസ് ചെയ്ത് ചെയ്യാറുണ്ട്. ഞാൻ ബ്രഷ് വെച്ച് ചെയ്യുന്നതിൽ ഞാൻ അത്ര എക്സ്പേർട്ട് അല്ല. എനിക്കതിലും കൂടുതലും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഈ ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് ആണ് കേട്ടോ. സോ ഐ എം യൂസിങ് ദിസ്. നമ്മൾ നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ആ ഒരു കൺസീലർ എന്ന് പറയും. ചിലർ കൺസീലർ മാത്രം വെച്ചിട്ട് നമുക്ക് മേക്കപ്പ് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. സോ നമ്മളൊരു ഓണം ലുക്കാണല്ലോ ചെയ്യുന്നത്. ഓണത്തിന് നമ്മൾ എന്തായാലും സെലിബ്രേഷനെ കുറച്ച് അധികം ഒരുങ്ങുമല്ലോ അല്ലേ? സോ നമ്മൾ നല്ലോണം ബ്ലെൻഡ് ആക്കാം കേട്ടോ. അത്ര എക്സ്പേർട്ട് ഒന്നും അല്ല മേക്കപ്പിൽ, പഠിച്ചു വരുന്നതേ ഉള്ളൂ. സോ എന്തെങ്കിലുമൊക്കെ കറക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് എന്നെ കറക്റ്റ് ചെയ്യാം കേട്ടോ. അതിപ്പം കാണുന്നവർക്കും ഹെൽപ്ഫുൾ ആകുമല്ലോ. സോ നമ്മുടെ അങ്ങനെ കൺസീലർ നമ്മൾ നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഫൗണ്ടേഷനാണ്. ഇത് നോട്ട് കോസ്മെറ്റിക്സിൻ്റെ ഫൗണ്ടേഷനാണ് കേട്ടോ. സോ ഫൗണ്ടേഷൻ നമ്മുടെ കറക്റ്റ് ഷെയ്ഡ് നമ്മൾ എപ്പോഴും കണ്ടുപിടിക്കേണ്ടത് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ് കേട്ടോ. ഇത് ഇച്ചിരി വരാൻ പാടാണ്. അപ്പം നിങ്ങൾക്ക് ഷെയ്ഡ് അറിയാത്തവരാണെങ്കിൽ ഇപ്പം നൈക്കയുടെ ഒക്കെ ഷോപ്പ് ഉണ്ടാവുമല്ലോ, അവിടെ പോയിട്ട് അവരോട് പറഞ്ഞാൽ മതി. അപ്പം അവർ കറക്റ്റ് ഷെയ്ഡ് നമുക്ക് ഇട്ട് നോക്കി തന്നെ എടുക്കാൻ പറ്റും. ഞാൻ അങ്ങനെയാണ് ഷെയ്ഡ് എടുക്കാറ്. അപ്പം എൻ്റെ ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഷെയ്ഡിൻ്റെ പേര് എബേണി എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് കേട്ടോ. 115 ആണ്. സോ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതും ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ. സോ ഇത്രയും നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് ഫേസിൽ ഇങ്ങനെ എപ്പോഴും ഡോട്ടായിട്ടാണ്, അതായിരിക്കും ബെറ്റർ. സോ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും കഴുത്തിന് അതേപോലെ അവോയ്ഡ് ചെയ്യരുത്. ഞാൻ ഇടയ്ക്ക് മറന്നു പോകും, പക്ഷേ കഴുത്തും നമ്മുടെ ഫേസിൻ്റെ കളറും
സെയിം ആയിട്ട് ഇരുന്നില്ലെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കും. ചിലരുടെ ഫോട്ടോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ പഴയ ചില ഫോട്ടോസിലൊക്കെ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണും. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ കഴുത്തിന് സ്കിൻ കെയർ ചെയ്യുമ്പോൾ പോലും നമ്മുടെ കഴുത്തിനെയും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഫുൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എഗെയിൻ ബ്ലെൻഡ്, അതും നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. ഇതും വേണമെങ്കിൽ ബ്രഷ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. കൈ വെച്ച് ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അത്രയ്ക്ക് എക്സ്പേർട്ടൊന്നുമല്ല, എനിക്ക് ബ്ലെൻഡർ തന്നെയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്ത് നമ്മുടെ ഫേസിൽ നല്ലതുപോലെ ആക്കി കൊടുക്കണം. എന്ത്, നമ്മുടെ ഫൗണ്ടേഷൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്തായിരുന്നു, പ്രൈമർ. അത് കൊള്ളാല്ല സൗണ്ട്. ഫസ്റ്റ് നമ്മൾ പ്രൈമർ ഇട്ടു, ദെൻ നമ്മൾ കൺസീലർ യൂസ് ചെയ്തു, ആൻഡ് നെക്സ്റ്റ് പാർട്ടായിട്ടാണ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത്. അത് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്യാം. അങ്ങനെ ഗൈസ് നമ്മൾ ഫൗണ്ടേഷൻ നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് വേണ്ടത് ബനാന പൗഡറാണ് കേട്ടോ. നമുക്കൊന്നെങ്കിൽ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബനാന പൗഡർ. ഇത് ബനാന പൗഡർ അല്ലെങ്കിൽ ലൂസ് പൗഡറാണ് കേട്ടോ. ഞാൻ ബനാന പൗഡറാണ് എടുക്കുന്നത്. നമ്മുടെ ഓയിലി സ്കിന്നിനൊക്കെ കൂടുതലും നല്ലതെന്ന് പറഞ്ഞത് ഈ ബനാന പൗഡേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. ഞാൻ ഈ ഇടയ്ക്കാണ് ഇതിനൊരു പ്രശ്നമാണെന്ന് വെച്ചാൽ ഇങ്ങനെ പറക്കും. ഈ ശരിക്കും ഹോളിൽ കൂടെ വരേണ്ടത്, എനിക്കിത് വരാത്തതുകൊണ്ട് ഞാൻ തുറക്കും. അപ്പം പ്രശ്നം എന്താ വെച്ചാൽ ഇത് പറക്കും കേട്ടോ. ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനത്തെ ഒരു സ്പോഞ്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് എളുപ്പമാണ്. ജസ്റ്റ് ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതും അഫോർഡബിൾ റേറ്റിലാണ്. സോ ഇത് ബ്രാൻഡിൻ്റെ ആണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി, അതൊക്കെ മാഞ്ഞുപോയി. ഞാൻ എന്തായാലും നോക്കിയിട്ട് ലിങ്ക് കൊടുക്കുമല്ലോ, അപ്പം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഞാൻ കൊടുത്തേക്കാം. എനിക്ക് ആക്ച്വലി മേക്കപ്പ് ഒക്കെ ഞാൻ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് കേട്ടോ പഠിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ നമുക്കിത് അങ്ങനെ കിട്ടുന്നത് വാങ്ങാനുള്ള നിവൃത്തിയില്ലായിരുന്നു. ജോബ് കിട്ടിയപ്പോഴാണ് ഞാൻ ഇതൊക്കെ പരീക്ഷിക്കാൻ തുടങ്ങിയത്. സോ നമുക്കിങ്ങനെ അങ്ങ് ഉരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എനിക്ക് കോമ്പാക്ട് പൗഡറിനേക്കാളും നല്ലത് ഈ ഒരു ബനാന പൗഡർ അല്ലെ ലൂസ് പൗഡറാണ് തോന്നിയിട്ടുള്ളത്. സെറ്റായിട്ട് ഇരിക്കും കേട്ടോ. കഴുത്തിലും ഒക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം. ബനാന പൗഡർ വെച്ചിട്ടുള്ള നമ്മുടെ കലാകുലപാത്രങ്ങൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മെയിൻലി അങ്ങനെ ഫേസിലേക്ക് എനിക്ക് അപ്ലൈ ചെയ്യേണ്ട സാധനങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ബ്ലഷ് ഒക്കെ കൂടെ ഉള്ളൂ. ബ്ലഷ്, ഐ ഷാഡോ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി കണ്ണിൻ്റെ പാർട്ടിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ എപ്പോഴും പറയാറുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐബ്രോ ഫില്ലർ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ കുറേ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഐബ്രോസിന് അങ്ങനെ കളറില്ല. അപ്പം ഞാൻ കൂടുതലും ഐബ്രോ ഫില്ലേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പം സ്വിസ് ബ്യൂട്ടിയുടെ, എപ്പോഴും ഞാൻ പറയാറുണ്ട്, നിൽക്കന്നെ കണ്ട് മടുത്തിട്ടുണ്ടാവും, ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ താഴെ നമുക്ക് ഐ ജെല്ലുണ്ട് കേട്ടോ. ജെല്ല് ഞാൻ അതിങ്ങനെ യൂസ് ചെയ്യാറില്ല. സോ നമുക്ക് എന്തായാലും ഇന്നത് യൂസ് ചെയ്യാം കേട്ടോ. ഇത് ജസ്റ്റ് എടുക്കുക. എപ്പോഴും ഐബ്രോസ് എഴുതുമ്പം ഈ അറ്റത്തുനിന്ന് നിങ്ങൾ എഴുതാൻ പാടില്ല, അത് വൃത്തികേടായിരിക്കും. കുറച്ചും ഇങ്ങോട്ട് മാറിയിട്ട് വേണം കേട്ടോ അത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. വേണമെങ്കിൽ ആദ്യം ഇങ്ങനൊരു ലൈൻ പോലെ വരയ്ക്കാം. ദെൻ ഞാൻ ഇച്ചിരി കൂടെ അടുത്ത് വന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനൊരു ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ജസ്റ്റ് പിന്നെ അടിയിൽ കൂടി ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടും. പിന്നെ നമ്മളതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇങ്ങനെ ആ ഒരു ഡിഫറൻസ് കണ്ടോ നിങ്ങൾക്ക്? ഞാൻ എഴുതിയ ഐബ്രോസും ഇതും കൂടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അറ്റത്തോട്ട് ജസ്റ്റ് ഇങ്ങനെ വന്നാൽ മതിയാവും. എങ്ങനെയുണ്ട്? ഞാൻ ഇപ്പുറത്തും കൂടെ എഴുതിയിട്ട് വരാം. ഐബ്രോസ് രണ്ടും ഞാൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് എന്താ, കണ്ണെഴുതാം. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എൻവൈബയുടെ നമ്മുടെ കാജലാണ്. ഇത് നമ്മൾ മുകളിലത്തെ വാട്ടർ ലൈനും താഴത്തെ വാട്ടർ ലൈനും എഴുതണം. പിന്നെ നമ്മൾ കോമ്പാക്ട് പൗഡർ ഒക്കെ യൂസ് ചെയ്തല്ലോ, അപ്പോൾ ഈ ഒരു സ്പോഞ്ച് തന്നെ വെച്ചിട്ട് ആക്കുന്നതായിരിക്കും നല്ലത്. കാരണം അല്ലെങ്കിൽ അവിടുത്തെ നമ്മുടെ മേക്കപ്പ് പോകും. സോ ജസ്റ്റ് ആ ഒരു വാട്ടർ ലൈനിലാണ് കേട്ടോ ഞാൻ എഴുതി കൊടുക്കണത്. എനിക്ക് ആക്ച്വലി മുകളിലത്തെ വാട്ടർ ലൈൻ എഴുതണമെന്നൊന്നും ആരും പറഞ്ഞു തന്നില്ല കേട്ടോ. ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ്. കാരണം എന്തായാലും താഴെ ഇതുപോലെ തന്നെ ആയിരിക്കുമല്ലോ മുകളിലെന്നും പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ വാട്ടർ ലൈൻ എഴുതാൻ പഠിച്ചത് കേട്ടോ. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ അവിടെ എഴുതാറുണ്ടെന്ന്. എനിക്കങ്ങനെ കണ്ണെഴുതുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരും. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ? നമുക്ക് മുകളിലത്തെ വാട്ടർ ലൈൻ, ഇതാണ് മുകളിലത്തെ വാട്ടർ ലൈൻ, അവിടെയും കൂടെ എഴുതി കൊടുക്കാം കേട്ടോ. ഞാൻ എഴുതിയിട്ട് വരാം, അല്ലെങ്കിൽ നിങ്ങളെന്നെ കണ്ട് പേടിച്ചിരിക്കേണ്ടി വരും. ഫോണിൽ ഫോണിന് സ്റ്റോറേജ് ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് എൻ്റെ വീഡിയോ കട്ടാവും, ഞാൻ പോയി എന്തെങ്കിലുമൊക്കെ ഡിലീറ്റ് ചെയ്യും, ഇങ്ങനെ തിരിച്ചു ഇത് തന്നെ റിപ്പീറ്റ്. അപ്പം നമ്മൾ പറഞ്ഞത് എന്നെ പോലെ കണ്ണ് നിറയുന്നവരാരൊക്കെ ഉണ്ട് ഗൈസ്, കമൻറ്റ് ചെയ്യണേ.
അങ്ങനെ നമ്മുടെ കണ്ണ് എഴുതി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഐ ഷാഡോ ഇടാൻ പോകാം കേട്ടോ. ഐ ഷാഡോ ഇട്ടിട്ട് നമുക്ക് ഐലൈനർ എഴുതാം. സോ ഞാൻ എൻ്റെ ഐ ഷാഡോ തപ്പിട്ട് വരാം. വെയിറ്റ് എ മിനിറ്റ്. ഷാഡോ പാലറ്റ് ഈ ഒരു ഹുദ ഗേളിൻ്റെ ഐ ഷാഡോ പാലറ്റ് ആണ് കേട്ടോ. ഇതെനിക്ക് ശരിക്കും അബദ്ധം പറ്റിയതായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ആക്ച്വലി ഞാൻ ഹുദ ബ്യൂട്ടിയുടെ ആയിരിക്കും എന്ന് പറഞ്ഞ് ചാടിക്കറി വാങ്ങിയതാണ്. വന്ന് കഴിഞ്ഞപ്പോഴേ അറിയുന്നത് ഇത് ഹുദ ഗേൾ ആണെന്ന്. സോ എന്തായാലും ഇതാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു ഈ 2 ഷെയ്ഡ്സ് യൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരെണ്ണം നമുക്ക് ഈ ഒരു റെഡ് ഇത് ഏതെങ്കിലും നമുക്കൊന്ന് യൂസ് ചെയ്യാം, കാരണം ഓണമൊക്കെ ആണല്ലോ ആ ഒരു ടൈപ്പ്. അപ്പം ഞാൻ ഈ ഒരു ഫസ്റ്റ് ഈ ഒരു ലൈറ്റർ ഷെയ്ഡ് ഇവിടെ കൊടുക്കാണ്. കാണാൻ പറ്റുമോ? അപ്പം ഞാനിത് ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തു. സെയിം ഞാൻ ഇത് ടീസ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് ഞാൻ ആദ്യം എടുത്തത്. ഇതിവിടെ നമുക്ക് കൊടുക്കാം. ഒരു ഐ ചെയ്തിട്ട് നമുക്ക് അടുത്ത് ചെയ്യാം, അതെനിക്ക് ബെറ്റർ ഐഡിയ. ഓക്കെ, കാണാൻ പറ്റുമോ? ഇത് നമുക്ക് നല്ലോണം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ലവ് ബൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡ്, ദിസ് വൺ, ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതും കൂടെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നൈക്കയിൽ നിന്ന് ഞാൻ വാങ്ങിയ ഐഷാഡോ ഫിൽ ചെയ്യാനുള്ള ബ്രഷാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ആഡ് ചെയ്ത് കൊടുത്തേക്കാമേ. ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ നാട്ടിൽ നിന്നൊരു കടയിൽ നിന്ന് വാങ്ങിച്ചതുകൊണ്ട് അതിൻ്റെ ലിങ്കൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ എങ്ങനെയുണ്ട്? നമുക്ക് കുറച്ച് ഗ്ലിറ്റർ ആഡ് ചെയ്യാം. ഞാനൊരു ഗോൾഡൻ ഗ്ലിറ്റർ ആണ് കേട്ടോ എടുക്കുന്നത്. അത് നമുക്ക് ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തേക്കാം. ഓണല്ലേ, തിളങ്ങി നിൽക്കട്ടെ അല്ലേ? ഞാൻ ഐ ഷാഡോ ഇട്ടാം. ഓ, ഗ്ലിറ്റർ കാണുന്നില്ലെന്ന് തോന്നുന്നു. ഞാൻ കൈ വെച്ചിരുന്നായിരിക്കും ബെറ്റർ. ഞാൻ ആഡ് ചെയ്യാം. ഗ്ലിറ്ററും ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ല ഗൈസ് ഇതിൻ്റെ ഗ്ലിറ്റർ. കുഴപ്പമില്ല, കണ്ടില്ലേ എൻ്റെ ഐസ്. ഞാൻ ഇതും കൂടെ ചെയ്തിട്ട് വരാം കേട്ടോ. സ്പീക്സ് ഞാൻ 2 കണ്ണിലും ആഡ് ചെയ്തിട്ടുണ്ട്. സോറി, വണ്ടി പോകുന്ന സൗണ്ട് ഉണ്ട്. എങ്ങനെയുണ്ട്? നമ്മുടെ ഐ ഷാഡോയുടെ ഗെയിം ഇവിടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മൾ കണ്ണിന് വേണ്ട കാര്യമാണ് നമ്മുടെ ഐലൈനർ. സോ ഞാൻ കുറേ തപ്പിയിട്ടാണ് ഒരു ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഐലൈനർ കണ്ടുപിടിച്ചത്. ഇത് ഇൻസൈറ്റിൻ്റെ ആണ് കേട്ടോ ഈ ഒരു ഐലൈനർ. ഇനി ഐലൈനർ എഴുതുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ പഠിച്ചു വരുന്നൊരു ബിഗിനറാണ് കേട്ടോ ഇപ്പോഴും. ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ആയിട്ട്, സോറി എനിക്ക് കാണുന്ന മനസ്സിലാവുന്നില്ല, ഞാൻ ഒന്ന് കണ്ണാടി നോക്കി പഠിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇവിടെ ആയിട്ട് ഞാനൊരു ചെറിയ ഡോട്ട് ഇടും കേട്ടോ. കാണുന്നുണ്ടോ? ഇവിടെ ആയിട്ടൊരു ഡോട്ട് ഇടും. എന്നിട്ട് താഴെ ഈ ഒരു കോർണറിൽ നിന്ന് ഞാൻ അതിനെ ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കും. എന്നിട്ട് മുകളിൽ നിന്നും ഇങ്ങനെ ജോയിൻ ചെയ്യും. സോ നമുക്ക് ഏകദേശം കുഴപ്പമില്ലാത്തൊരു വിങ് കിട്ടും. കണ്ടോ? ഇങ്ങനെയാണ് ഞാൻ ഐലൈനർ ഇടുന്നത്. എന്നിട്ടാണ് ഞാൻ ഉള്ളിലേക്ക് ജോയിൻ ചെയ്ത് പോവാം. ഇവിടെ ഇട്ട് ജോയിൻ ചെയ്ത് പോവും. കണ്ടോ? ഇങ്ങനെയാണ് ഞാൻ ഐലൈനർ എഴുതുന്നത്. ഇങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ. അതേപോലെ നമുക്ക് സിമിലർലി ഇവിടെ എഴുതാം. ഇവിടെ ആയിട്ട് ഒരു ഇവിടെ ആയിട്ടൊരു ഡോട്ട് ഇട്ടിട്ട് താഴ്ന്ന് ജോയിൻ ചെയ്യാം. എന്നിട്ട് മുകളിൽ നിന്നും. ഓക്കെ, ഞാൻ എഴുതിയിട്ട് വരാം. നമ്മുടെ കണ്ണെഴുത്ത് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ അത്ര എക്സ്പേർട്ട് അല്ലല്ലോ കേട്ടോ. എക്സ്പേർട്ട് അല്ല കേട്ടോ കണ്ണെഴുതുന്നതിൽ. എൻ്റെ രണ്ടൊക്കെ പോലെ ഇരിക്കാറുണ്ട്. പക്ഷേ ഐ നെവർ മൈൻഡ്. സോ എന്തായാലും കൊള്ളാം. കണ്ടില്ലേ, ഇവിടെ ഇച്ചിരി കട്ടിയുണ്ട്, ഇവിടെ ഇച്ചിരി കുറഞ്ഞാണ്. അങ്ങനെയൊക്കെ വരാറുണ്ട്. വല്ലപ്പോഴും ഒക്കെ അത് വരാറുള്ളൂ. ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ടായിരിക്കും എൻ്റെ ഐലൈനർ വിചാരിച്ചു ഇന്ന് ഇവക്ക് 2 പണി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് 2 രീതിയിലാക്കിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഐലൈനർ വെച്ചിട്ടുള്ള കാര്യം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ ഐ മേക്കപ്പിൽ വേണ്ടത് മസ്കാരയാണ് വേണ്ടത്. സോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മാർസിൻ്റെ മസ്കാരയാണ് കേട്ടോ. നേരത്തെ എൻ്റെ സ്വിസ് ബ്യൂട്ടിയുടെ ഉണ്ടായിരുന്നു. ഇതും നല്ലതാണ്. പിന്നെ ഇതും രണ്ടും അടിപൊളിയാണ് കേട്ടോ. നമുക്ക് മാർസിൻ്റെ ഈ ഒരു മസ്കാരയും കൂടെ അപ്ലൈ ചെയ്യാം. മസ്കാര എപ്പോഴും എടുക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ അത് എക്സസീവ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്നാക്കി ഇതിൽ എക്സസ് ആയിട്ടുള്ള കളഞ്ഞിട്ട് വേണം നമ്മളെപ്പോഴും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതും ജസ്റ്റ് നമുക്കിങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. കുറച്ചുകൂടെ കട്ടി നമുക്ക് കിട്ടും. അപ്ലൈ ചെയ്യാം. കണ്ടില്ലേ ഡിഫറൻസ്? മസ്കാര ഇട്ടതും ഇടാത്തതുമായ എൻ്റെ കൺപീലികൾ തമ്മിൽ.
നമുക്ക് ഇവിടെ കൂടി ഇട്ടിട്ട് വരാമേ. നമ്മൾ മസ്കാര ഒക്കെ നമ്മുടെ കണ്ണിൻ്റെ മേക്കപ്പും കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് മെയിൻ ഐറ്റം നമ്മുടെ ലിപ്സ്റ്റിക്. ഓക്കെ, ലിപ്സ്റ്റിക് ഇടുന്നതിന് മുമ്പ് ഞാൻ ബ്ലഷ് ഇടാമേ. ബ്ലഷ് വേണം. ഇത് എൻകാഫേൻ്റെ ബ്ലഷാണ്. ഇത് ചീക്ക് ആൻഡ് ലിപ് ടിൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇതാണ് എടുക്കുന്നത്. നമ്മൾ ബ്ലഷ് എപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഈ ഒരു ചിരിക്കണ ഇത് നമുക്ക് കിട്ടണം. ആരെങ്കിലും മുഖത്തടിച്ച മാതിരി ആ ഒരു ലുക്ക് കിട്ടണം. അപ്പം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതാ ഇവിടുന്ന് ഇങ്ങനെയാണ് ബ്ലഷ് ഇടേണ്ടത്. കൊള്ളാല്ലേ ഈ ഡിസൈൻ? നമ്മൾ ചിരിച്ചോണ്ട് വേണം. വിഷമം ഉണ്ടെങ്കിലും നമ്മൾ ചിരിക്കണമെങ്കിൽ നമ്മുടെ ബ്ലഷ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഗൈസ്. ഇങ്ങനെയുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഞാൻ കൈ വെച്ചിട്ടാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടം പോലെ. കണ്ടില്ലേ, ആരും മുഖത്തടിച്ച മാതിരി ഒരു ചുമപ്പ് വന്നിരിക്കുന്നത്. ഇതാണ് നമുക്ക് വേണ്ടത്. നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കാം. സിമ്പിൾ മേക്കപ്പ് ആണല്ലോ. കണ്ടില്ലേ, ആ ഒരു ഗ്ലോ കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഹൈലൈറ്റർ ആണ് കേട്ടോ. അത് ഞാൻ ഇൻസൈറ്റിൻ്റെ ഹൈലൈറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമുക്ക് എന്താ തിളങ്ങാൻ വേണ്ടി മേലിൽ നമ്മൾ ആ മൂക്കിൻ്റെ ഇവിടം, നമുക്കിവിടൊക്കെ തിളങ്ങണം. കണ്ടുള്ള ഇട്ടപ്പോൾ തന്നെ ഒരു തിളക്കം കിട്ടിയിരിക്കണം. അതേപോലെ നമുക്ക് ഇവിടെയൊക്കെ വേണമെങ്കിൽ ഇടാം. ഇവിടെയൊക്കെ തിളങ്ങണോ, നിങ്ങൾക്ക് തിളങ്ങണമെന്ന് എവിടെയൊക്കെ തോന്നും അവിടെ കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എക്സ്പേർട്ട് അല്ല, അതുകൊണ്ട് തെറ്റുകുറ്റം യു ഗൈസ്. അവിടെ ഇച്ചിരി കൂടിപ്പോയി, കുഴപ്പമില്ല. കൂടിയാലും നമ്മൾ കൂടാത്ത പോലെ ആക്കി കൊടുക്കണം. ചിലവർ ചോദിക്കും, ഇത് എന്താ മുഖത്തൊക്കെ വാരി വലിച്ചിട്ടേക്കുന്നത്, ഇതിൻ്റെയൊക്കെ വില അവർക്ക് അറിയാത്തതുകൊണ്ടാണ് ഗായ്സ് അവരങ്ങനെ പറയുന്നത്. അതുകൊണ്ട് നമ്മളതൊന്നും മൈൻഡ് ചെയ്യാനേ പാടില്ല. നമ്മളെന്തായാലും പൈസ കൊടുത്ത് വാങ്ങിച്ചു, സോ നമ്മളിത് ഉപയോഗിക്കണമല്ലോ. കണ്ടില്ലേ ഇപ്പം മുഖത്തിൽ തിളക്കം. ഇവിടെയൊക്കെ തിളങ്ങ് അങ്ങ് ഗ്ലോയിങ് സ്കിന്നായി മാറിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇൻസൈറ്റിൻ്റെ അടിപൊളി ഹൈലൈറ്റർ ആണ് കേട്ടോ. അഫോർഡബിൾ പ്രൈസ് ആണ് ഇതിന്. സോ ഇത് സാവേജ് ബാർബി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണോ കമ്പനിയുടെ പേരാണോ എന്തായാലും 05 ആണ് കേട്ടോ. ലിങ്ക് കൊടുക്കുമല്ലോ, നിങ്ങൾക്ക് പേടിക്കണ്ട. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ലിപ്സ്റ്റിക് ആണ്. അതിനു മുമ്പ് വേണ്ടവർക്ക് വേണമെങ്കിൽ ലിപ് ലൈനർ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഞാൻ വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കുള്ളൂ. ഇതിൻ്റെ പേരൊക്കെ മാഞ്ഞു പോയി. ഇതിൻ്റെ ലിങ്ക് എനിക്ക് കിട്ടുമെന്ന് അറിയില്ല കേട്ടോ. കാരണം ഞാൻ വീടിൻ്റെ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. ഇത് വെച്ച് നമുക്ക് ലിപ് ലൈനർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ലിപ് ലൈനർ ഇങ്ങനെ ജസ്റ്റ് ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുകയാണ് നമ്മൾ ഈ ചെയ്യണത്. ഇത് നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എൻ്റെ ഐഷാഡോ പാലറ്റിൻ്റെ കണ്ണാടി നോക്കിയിട്ട് വരച്ചിട്ട് വരാമേ. അങ്ങനെ നമ്മൾ വരച്ച് കഴിഞ്ഞു ലിപ് ലൈനർ വെച്ചിട്ട്. കണ്ടില്ലേ, ഇനിയിപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക്ക് ആഡ് ചെയ്യാം. ഇത് ഫേ ബ്യൂട്ടിയുടെ ആണ് കേട്ടോ. ഇത് വന്നിട്ട് റിവഞ്ച് ആണ് ഇതിൻ്റെ ഷെയ്ഡ്, എൻ്റെ ഓർമ്മ കറക്റ്റ് ആണെങ്കിൽ. എനിക്കിൻ്റെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ. ലോങ് ലാസ്റ്റിംഗ് ആണ്. രാവിലെ ഇട്ടാൽ വൈകുന്നേരം വരെ ടിന്നുണ്ട്. പിന്നെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്ട് ആ ഒരു പ്രശ്നമുണ്ട്, ലൈക്ക് ഡ്രൈ ആകും. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നമുക്ക് അതുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളി ഷെയ്ഡാണ്. ആൻഡ് നമ്മുടെ ഡസ്കി സ്കിൻ ടോണിനൊക്കെ കിഡിലായിട്ട് ചേർന്നു. ഇടുമ്പോൾ തന്നെ ഒരു ബ്രൈറ്റ്നെസ് ഉണ്ട് ഫേസിന്. കണ്ടില്ലേ, നമ്മുടെ ലിപ്സ്റ്റിക്കും ഇട്ട് നമ്മുടെ മേക്കപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? ഇപ്പം ഞാനൊന്ന് കോസ്റ്റ്യൂമൊക്കെ മാറി പൊട്ടൊക്കെ തൊട്ട് സെറ്റായിട്ട് വരാം കേട്ടോ. വെയിറ്റ് ഗൈസ്, അങ്ങനെ നമ്മുടെ ഓണം മേക്കപ്പ് ലുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ ആൻഡ് അഫോർഡബിൾ പ്രൈസിൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഞാൻ ഒരു സാരിക്ക് എടുത്തിട്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ ഞെക്കി പൊട്ടിക്കണം, എല്ലാം ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഇനി എന്താ വേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബൈ.